വട്ടമേശയിലെ വിഷയം 100 വർഷം പൂർത്തിയാക്കുന്ന NSS നായർ സർവീസ് സൊസൈറ്റി. കഴിഞ്ഞ ലക്കത്തിൽ ചർച്ച ചെയ്തത് നായർ സർവീസസ് സൊസൈറ്റിയുടെ NSSൻ്റെ രൂപം, അതിൻ്റെ വളർച്ച, എവല്യൂഷൻ. എന്താണ് നായർ സമുദായത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ ശക്തി? വട്ടമേശ ചർച്ചയുടെ രണ്ടാം ഭാഗത്തിൽ പങ്കെടുക്കുന്നത് ചെറിയാൻ ഫിലിപ്പ്, ജി രാമൻ നായർ, ബി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ MG ശശിഭൂഷൺ. ആദ്യം ജി രാമൻ നായർ. ഇടയ്ക്ക് NDP എന്നൊരു സംഘടന NSS സമുദായം ഉണ്ടാക്കി. കാരണം രാഷ്ട്രീയത്തിൽ എല്ലാ സമുദായത്തിനും രാഷ്ട്രീയത്തിലൊരു കണ്ണുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിനാവട്ടെ, മുസ്ലിം സമുദായത്തിനാവട്ടെ, മുസ്ലിം സമുദായത്തിന് മുസ്ലിം ലീഗ് തന്നെയുണ്ട്. കത്തോലിക്ക സഭ ആണെന്ന് പറയാം, കേരള കോൺഗ്രസിനെ നിയന്ത്രിക്കുകയും നയിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നായർ സമുദായത്തിന് പക്ഷേ ഭയങ്കര കൊതിയാണ്. NSS NDP ഉണ്ടാക്കുന്നു, ഇടപെടുന്നു, പക്ഷേ അതൊക്കെ തവിട് പൊടിയായിപ്പോയി. ഇപ്പോഴും നായർ സമുദായം ഞങ്ങളൊക്കെ പറയുന്നത് രമേശ് ചെന്നിത്തലയെ ആഭ്യന്തരമന്ത്രിയാക്കണം എന്നൊക്കെ പറഞ്ഞ് പെരുന്നയിലിരുന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നു രാഷ്ട്രീയക്കാരോട്. അപ്പോൾ എല്ലാ സമുദായങ്ങൾക്കും ഉള്ളതുപോലെ ഇത് ഒരു കൊതിക്കുറവാണോ, അതോ ഒരു മോഹമാണോ, അതോ മോഹഭംഗത്തിൻ്റെ നഷ്ടബോധമാണോ? എന്താണ് NSS നേതൃത്വത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ പ്രശ്നം? ഇതൊന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ച് ഒരു കാലത്ത് NSSന് സജീവ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. NSSന് മന്ത്രിമാരുണ്ടായിരുന്നു. NDP MLA-മാരും മന്ത്രിമാരും ഉണ്ടായിരുന്നു. NDP ഉണ്ടായിരുന്നു, SRP ഉണ്ടായിരുന്നു. അവർക്ക് മന്ത്രി ഉണ്ടായിരുന്നു. പക്ഷേ കാലം മുന്നോട്ട് പോയപ്പോൾ ഇവർ രണ്ടു കൂട്ടരും ആ രാഷ്ട്രീയം വേണ്ടാൻ തീരുമാനിച്ചു. NSS പ്രധാനമായിട്ട് തീരുമാനിച്ചത് ഞങ്ങളുടെ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. കോൺഗ്രസ് അങ്ങനെയാണ് സമദൂര സിദ്ധാന്തം. അതെ, ഞങ്ങളുടെ ആളുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും സജീവമായി പ്രവർത്തിക്കുന്ന ആളുകളെ ഞങ്ങൾ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് NSS ഒരു സങ്കുചിത രാഷ്ട്രീയത്തിന് ഒരിക്കലും താല്പര്യമില്ല. ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും നായർ സമുദായത്തിൻ്റെ നന്മ മാത്രമാണ് NSSൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉള്ള ആളുകൾ നന്നായി പ്രവർത്തിച്ച് നന്നായി മുന്നോട്ട് പോയാൽ അവരെ സഹായിക്കും. NSSനോടുള്ള അവരുടെ സമീപനമാണ് NSSൻ്റെ അങ്ങോട്ടുള്ള സമീപനം. ഈ കഴിഞ്ഞ കാല രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ ചെറിയ വലിപ്പം കോൺഗ്രസിനകത്തിരുന്നതെല്ലാം കണ്ടതാണ്. ഒരിക്കൽ കിടങ്ങൂരിനെ കാണാൻ വേണ്ടി കരുണാകരന് തിരുവല്ല ഗസ്റ്റ് ഹൗസ് താമസിക്കുകയാണ്. കിടങ്ങൂർ ആണെങ്കിൽ 6 മണിക്കൂർ കരുണാകരൻ അവിടെ ഇരുന്നു. അത് 82 കാലഘട്ടത്തിലാണ്. പിന്നീട് ഞാൻ നേരിട്ട് റിപ്പോർട്ട് ചെയ്തൊരു സംഭവമുണ്ട്. ഞാനിന്ന് കോട്ടയത്തെ മാതൃഭൂമിയുടെ ലേഖകനാണ്. അപ്പോൾ ഞാനന്ന് കേരളമുതൽ ലേഖകൻ സുരേന്ദ്രനും മനോരമയൊന്നും എഴുതുകയില്ല. ഇതൊന്നും കരുണാകരൻ വന്ന് കോട്ടയത്തെ നാട്ടകം ഗസ്റ്റ് ഹൗസ് താമസിക്കുകയാണ്. PK നാരായണപ്പണിക്കർ ഒന്ന് കാണാൻ 87 കാലഘട്ടത്തിലാണ്. നാരായണപ്പണിക്കർ അനങ്ങിയില്ല, അവിടെ ഇരുന്നു. കരുണാകരൻ ആവുന്ന ദൂതന്മാരെ വിട്ടു, കിങ്കരന്മാരെ വിട്ടു, നാരായണപ്പണിക്കർ അവിടെ ഇരുന്നു. മാതൃഭൂമിയിൽ 1-ാം പേജിൽ എൻ്റെ വാർത്തകളാണ്. അപ്പം കരുണാകരൻ പരാജയപ്പെട്ട് ക്ഷീണിതനായ കരുണാകരൻ നാരായണപ്പണിക്കർ അങ്ങനെ ശക്തമായിട്ട് നിലയുറപ്പിച്ച് നിൽക്കുന്നു. പിന്നെ കിടങ്ങൂരിനെ പറ്റി എന്താണെന്നറിയാം. കിടങ്ങൂരിന് ആ ധിക്കാരത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നു. ഒരിക്കൽ ഇന്ദിരാഗാന്ധി കിടങ്ങൂരിനെ വിളിച്ച് പറയുകയാണ്, കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ ക്ഷണമാണ് സിംഗപ്പൂർ അംബാസഡർ സ്ഥാനം, നിങ്ങൾ പോകണം. അയ്യോ, അപ്പം അദ്ദേഹം വിചാരിച്ചു, അയ്യോ സിംഗപ്പൂർ അംബാസഡർ, പാവം കിടങ്ങൂർ വിമാനം കയറി. പ്രസിഡന്റിന്റെ വെയിറ്റില്ല. പിന്നെ കിടങ്ങൂരിന് സംഭവിച്ചത് എന്താണെന്ന് ഞാനിത്തിരി റിപ്പോർട്ട് ചെയ്താണ്, അദ്ദേഹത്തിൻ്റെ കൂടെ കടന്ന് റിപ്പോർട്ട് ചെയ്താണ് ചെറിയ വലിപ്പം. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇത് അന്ന് കിടങ്ങൂരിനെ കരുണാകരൻ കുരങ്ങ് കളിപ്പിച്ചതുപോലെ ഇന്ന് രാഷ്ട്രീയക്കാർക്ക് NSS നേതൃത്വത്തെ കുരങ്ങ് കളിപ്പിക്കാൻ പറ്റുമോ? അല്ല, കിടങ്ങൂരിലേക്ക് വരുമ്പോൾ മന്നത്ത് തന്നെ രാഷ്ട്രീയം പറയുമ്പോൾ മന്നത്ത് തന്നെയാണ് തുടങ്ങുന്നത്. കിടങ്ങൂരിൽ അല്ലല്ലോ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത്, മന്നം തന്നെയാണ്. മന്നത്തിന് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള കാലത്ത് NSSൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞെങ്കിൽ തിരുവനന്തപുരം MG കോളേജ്, പെരുന്നാ കോളേജ്, അല്ലെങ്കിൽ പന്തളം കോളേജ്, അല്ലെങ്കിൽ കുറേ ആശുപത്രി, അതിനപ്പുറം ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. പാലക്കാട്ട് എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കാര്യത്തിൽ പനമ്പള്ളി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് തീരുമാനമായതാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് വന്നപ്പോൾ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ് കൊടുക്കാതെ വേറെ ഒരു കോളേജ് ഉണ്ടാക്കാൻ തീരുമാനമാണ് അന്ന് നേരത്തെ ഇടതുപക്ഷമായിട്ട് തെറ്റുന്നത്. പിന്നെ ഭൂപരിഷ്കരണ നിയമം വന്നപ്പോഴത്തേക്കൊണ്ട് കൊട്ടിയൂരുള്ള സ്ഥലങ്ങളിലേക്ക് പ്രശ്നം വന്നു, കുടികളുടെ അവകാശം വന്നു. അപ്പോഴാണ് ക്രൈസ്തവ സഭ വിദ്യാഭ്യാസ ബില്ലിൻ്റെ കാര്യത്തിൽ വരുന്നത്. അപ്പോൾ വിമോചന സമരത്തിൽ 2 താല്പര്യങ്ങൾ ഒരുമിക്കുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ടുള്ള ഒരു നീക്കമായിട്ട് മന്നം വരുന്നത്. അങ്ങനെയാണ് മന്നം ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്നത്. കാരണം വിമോചന സമരത്തിൻ്റെ നായകൻ എന്ന നിലയിലാണ് മന്നം രാഷ്ട്രീയത്തിൽ പിന്നെ വരുന്നത്. 1972 കാലഘട്ടത്തിൽ NSS കോളേജിൽ രാമൻ നായർ ഞാനും ആ സമയത്ത്, അതായത് രാമൻ നായർ അന്ന് AK ആഹ്വാനം അനുസരിച്ച് അന്ന് വിദ്യാഭ്യാസ സഭ നടന്നപ്പോൾ രാമൻ നായരുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ തിരുവഞ്ചൂർ രാഷ്ട്രം ഉദ്ഘാടനം ചെയ്തു. എവിടെ? NSSൻ്റെ ഓഫീസിൽ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് രാമൻ നായർ തൻ്റെ പേരിൻ്റെ അടിയിലുള്ള നായർ എടുത്ത് കളഞ്ഞു. അങ്ങനെ കുറേ വർഷങ്ങൾ ജി രാമൻ നായരായിരുന്നില്ല, ജി രാമനായിരുന്നു.
അത് കേട്ടാ. അപ്പം ഞങ്ങളൊന്ന് സെനറ്റ് മെമ്പർമാരായിരിക്കുമ്പോൾ ഇദ്ദേഹം കിടങ്ങൂർ കാലഘട്ടമുള്ള സിൻഡിക്കേറ്റിലെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനാണ്. അപ്പം ഞാൻ ചങ്ങനാശ്ശേരി ചെന്നിട്ട് രാമൻ നായർ ഞങ്ങളെ വിളിച്ചുകൊണ്ട് കിടങ്ങൂർ എടുത്ത് പോകും. അപ്പോൾ കിടങ്ങൂർ വളരെ ആഢ്യനാണെന്ന ആൾ ശുദ്ധഹൃദയനാണ്, എല്ലാ തമാശകളും പറയും, ഭക്ഷണ പ്രിയനാണ്, ഞങ്ങൾ വിളമ്പിത്തരും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും കൃത്യമായിട്ട് പറയുമായിരുന്നു. അപ്പോൾ രാമൻ നായരും ഞാനുമൊക്കെ കിടങ്ങൂരിൻ്റെ മുഖത്ത് നിന്ന് തന്നെ എന്താണ് NSSൻ്റെ രാഷ്ട്രീയം ഒന്ന് 70കളിൽ കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം നാരായണ പണിക്കരുടെ കാലം വന്നപ്പോഴും ജേക്കബ് ജോർജ് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്ത 82 സംഭവവും 87 സംഭവം ശരിയാണ്. 87 സംഭവം നടക്കുമ്പോൾ ഏറെക്കുറെ NSSും കരുണാകരനും തമ്മിൽ പിരിയുന്ന ഘട്ടമെത്തി. അവസാനം അന്ന് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തല ആണ് ദൂതനായിട്ട് വിട്ടത്. രമേശ് ചെന്നിത്തല പോയി 2 ദിവസം കറങ്ങിയിട്ടാണ് അവസാനം പക്ഷെ അവസാനം സെറ്റിൽമെൻറ്റ് എത്തി. സെറ്റിൽമെൻറ്റ് വൈകിപ്പോയി എങ്കിലും അവിടെയും പ്രശ്നം എന്തായിരുന്നു? സാമ്പത്തിക സംഭരണവുമായി ബന്ധപ്പെട്ട ശതമാന പ്രശ്നമായിരുന്നു. അപ്പോൾ അവിടെയെല്ലാം NSS എപ്പോഴും ആ കാലഘട്ടത്തിലൊക്കെ ശ്രമിച്ചിരുന്നത് സമുദായവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. അതേസമയം മറ്റു സാമുദായിക ശക്തികളെ പോലെ വൻകിട ശുപാർശകളൊന്നുമില്ല, ചെറിയ ചെറിയ ശുപാർശകളാണ്. ചെറിയ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ, വലിയ ശുപാർശ. ഇപ്പോൾ രമേശ് ചെന്നിത്തല കാര്യത്തിൽ പോലും എന്താ സംഭവിച്ചത്? രമേശ് ചെന്നിത്തല എല്ലാവരുടെ പ്രശ്നം അന്ന് ഈ ആന്റണിയുടെ ഗവൺമെന്റ് നിൽക്കുമ്പോൾ 95-ലാണല്ലോ 5ാം മന്ത്രി അല്ല 95-ൽ 96 കരുണാകരൻ നിഷ്കാസിതമായ ശേഷം NSSും ആന്റണിയും തമ്മിൽ അകൽച്ചയുണ്ടായി. നരസിംഹറാവു വന്ന സംഭവവുമായി ബന്ധപ്പെട്ട് NSS പിന്നീട് NDP പിരിച്ചുവിട്ടുകൊണ്ട് UDFിൽ നിന്ന് മാറി. അവിടെയാണ് സമദൂര സിദ്ധാന്തം വരുന്നത്. സമദൂര സിദ്ധാന്തം കഴിഞ്ഞ് NSS രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് 2 മുന്നണിയും പെടാത്ത ഒരവസ്ഥ ഉണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും NSSുമായിട്ട് ആന്റണിയും കരുണാകരനും ഒക്കെ സമരസപ്പെടുകയും സഹായിക്കുന്ന ഘട്ടത്തിലേക്ക് വരികയും ചെയ്യും. രമേശ് ചെന്നിത്തല അതായത് കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിൽ ബിലേസ് റാവു ദേശ്മുഖ് എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന ആൾ വന്ന് സോണിയാഗാന്ധിയുടെ പ്രതിനിധിയായി സംസാരിച്ചു. അപ്പോൾ NSSനോട് ചോദിച്ചപ്പോൾ എന്ത് ഡിമാൻഡ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുന്ന വിരോധമില്ല, പക്ഷേ ഒരു കീ പോസ്റ്റ്, ഒരു താക്കോൽ സ്ഥാനം ഒരു നായർ സമുദായത്തിൽപ്പെട്ടവർക്ക് കിട്ടണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ആ വാഗ്ദാനം ആന്റണിക്ക് അറിയാവുന്ന വാഗ്ദാനം പിന്നീട് ഉമ്മൻചാണ്ടി നിറവേറ്റിയില്ല. ഉപമുഖ്യമന്ത്രി സ്ഥാനമോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനമോ കൊടുക്കാതെ വന്നപ്പോഴാണ് NSS പരസ്യമായി ഞങ്ങൾക്കൊരു വാഗ്ദാനം തന്നിരുന്നു, അത് നിറവേറ്റിയില്ല എന്ന് പറഞ്ഞു. അവസാനം NSSൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര സ്ഥാനം കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ അവിടെ അവരാവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും തങ്ങളുടെ വോട്ട് കിട്ടുന്നതിന് ഈ ശരിദൂരം എന്ന് പറയുന്നൊരു സിദ്ധാന്തമാണ് തങ്ങൾ ആവിഷ്കരിക്കുന്നത്. സുകുമാരൻ നായർ പറഞ്ഞെന്താ? ഞങ്ങൾ പരസ്യമായി തന്നെ UDFിനെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു. സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ആൾക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ. എനിക്കൊരു തോന്നുന്നത് എന്താണ് നായർ മനസ്സിൻ്റെ രാഷ്ട്രീയം, നായർ സമുദായത്തിൻ്റെ രാഷ്ട്രീയം നിൽക്കട്ടെ, നായർ സമുദായം നേരത്തെ കഴിഞ്ഞ ലക്കത്തിൽ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാഴ്ചയാണ്. നായർ മനസ്സ് എങ്ങോട്ട് തിരിയുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. ഡൽഹിയിൽ നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഇന്ത്യയൊട്ടാകെ ഒരു ദേശീയ കാവി രാഷ്ട്രീയ മലയടിക്കുമ്പോൾ കേരളത്തിലെ നായർ സമുദായം എങ്ങനെ ചിന്തിക്കുമെന്നുള്ള പ്രസക്തമാണ്. അതൊരു ഉദാഹരണം കൂടെ ഞാൻ പറയട്ടെ. നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ് 5ാം മന്ത്രിവാദം ശക്തിയെ പ്രാപിച്ചതിന് ശേഷം കേരളത്തിലുണ്ടായ ഒരു ഉപതെരഞ്ഞെടുപ്പാണ് നെയ്യാറ്റിൻകരയിൽ നടന്നത്. അവിടെ രാജഗോപാലിൻ്റെ വേണ്ടി നായർ സമുദായം അറ്റ്ലീസ്റ്റ് നെയ്യാറ്റിൻകര പട്ടണത്തിലെങ്കിലും ഒറ്റക്കെട്ടായിട്ട് ഏറെക്കുറെ ഒറ്റക്കെട്ടായിട്ട് കരയോഗങ്ങൾ ഇറങ്ങുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്, ഇവിടുത്തെ പത്രക്കാരൊക്കെ കണ്ടതാണ്. നായർ മനസ്സ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും തിരിയാൻ സാധ്യതയുള്ളത്? NSS നേതൃത്വം എന്നും UDFിനൊപ്പം. സമദൂരം എന്ന് പറയുന്നത് വലിയൊരു ഫാൻറ്റസിയാണ്, അങ്ങനെ ഒരു ദൂരമൊന്നുമില്ല. സമദൂരം നമുക്ക് പറയാമെന്നുള്ളത്. അല്ല ഉണ്ണി, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി എത്ര സീറ്റിനാണ് പുറകെ പോയതെന്ന് അറിയാമല്ലോ. അവസാനം നമ്മുടെ സുകുമാരൻ നായർ ഒരു തീരുമാനമെടുത്തു, VS മുഖ്യമന്ത്രിയാകണ്ട, VS ചിദാനന്ദനെ മുഖ്യമന്ത്രിയാക്കാൻ നമ്മൾ നിൽക്കത്തില്ല എന്ന് അത്രയും സിമ്പിളാണ്. അല്ല, അത്രയും ലളിതമാണ് ആ കാര്യം ഞാൻ വിചാരിക്കുന്നില്ല. കാരണം NSS നേതൃത്വം UDFിനൊപ്പം ചരിത്രത്തിൻ്റെ ഭൂരിഭാഗം സമയത്തും UDFിനൊപ്പം സഞ്ചരിച്ചിരുന്ന, പക്ഷെ നായർ എന്ന് പറയുന്ന സമുദായങ്ങൾക്ക് അത്രത്തോളം NSSൻ്റെ ഈ ഇച്ഛ നിറവേറ്റാനുള്ള ഒരു ബാധ്യത ഒരിക്കലും ഫീൽ ചെയ്യാത്ത ആളുകളാണ്. അതോ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു സംഗതി ഞാൻ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ അടുത്ത ആളുകളോട് എപ്പോഴും പറയാറുണ്ട്, വല്ലാത്തൊരു ഭിന്ന വ്യക്തിത്വമാണ് ഈ നായർ എന്ന് പറയുന്നത്. NSSനോടുള്ള അഫിനിറ്റി സൂക്ഷിക്കുകയും ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന എത്രയോ പേരെ നമുക്കറിയാവുന്നതാണ്. അങ്ങനെ ഒരു സെക്യുലർ വാല്യൂ മുമ്പോട്ട് വയ്ക്കുന്നവരറിയാവുന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് വിശ്വാസികളും അടിസ്ഥാനപരമായി സെക്യുലർ
ആയിട്ടുള്ളവരാണ്. പക്ഷേ അതിൽ നിന്നെല്ലാം വേറിട്ടുകൊണ്ട് നേരത്തെ നമ്മളെല്ലാവരും ചർച്ച ചെയ്ത ഈ വർഗീയത, ഇപ്പോൾ ജേക്കബ് സൂചിപ്പിച്ച അങ്ങനെ ഒരു അലൈൻമെൻറ്റിലേക്ക് കൂടുതൽ ഈ സമുദായങ്ങൾ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന കേരളത്തിലെ ഒരു മതേതര സോഷ്യൽ ഫാബ്രിക്കിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ നായർ മനസ്സിൻ്റെ ഒരു തുറന്ന, നായർ മനസ്സിൻ്റെ മാത്രമല്ല, സമുദായ ഇപ്പോൾ SNDP ആയാലും NSS ആയാലും അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നടത്തിയ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ സംഭാവനയാണ് നമ്മളുടെ സെക്യുലർ മൈൻഡ് എന്ന് പറയുന്നത്. അത് പക്ഷേ ദുർബലമാകുക എന്ന് പറയുന്നത് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയാണ്. അത് ദുർബലമാകുന്നു എന്നുള്ളതാണ് സത്യം. പ്രധാനമന്ത്രി AB വാജ്പേയി കോട്ടയത്ത് കുമരകത്ത് വന്ന് 10 ദിവസത്തോളം താമസിച്ചിട്ട് PK നാരായണപ്പണിക്കർ കാണാൻ പോലും ചെന്നില്ല. എത്ര തവണ ദൂതന്മാരെ അയച്ചു ക്ഷണിച്ചിട്ടും കാണാൻ പോലും ചെന്നിട്ടില്ല. അങ്ങനത്തെ ഒരു നേതൃത്വം ഇവിടെ. അതിനൊരു പശ്ചാത്തലമുണ്ട്. അതായത് മന്നത്ത് അവൻ സമുദായ പരിഷ്കരണത്തിന് ഇറങ്ങിയപ്പോൾ ജാതിയല്ല അവിടെ പറഞ്ഞത്. ആദ്യം നമ്മുടെ സമുദായം നന്നാവട്ടെ, പിന്നെ അത് നന്നാക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ഈഴവ സമുദായമായിട്ടോ മറ്റു സമുദായത്തോടോ ഒരു സംഘർഷത്തിന് പോയിട്ടില്ല. രാഷ്ട്രീയത്തിന് ശക്തി പ്രാപിക്കണം, സമുദായത്തിന് ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയത്തിന് സഹായം വേണമെന്നുണ്ടോ? ജനാധിപത്യ പ്രക്രിയയിൽ അത് അനിവാര്യമാണ്. ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയുമാണ്. നായർ സമുദായത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, സമുദായ നേതാവ് ഒരു ഇലക്ഷനിൽ ഒരു പാർട്ടിക്ക് അനുകൂലമായോ ഒരു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായോ ഒരു നിലപാടെടുത്താൽ ആ നേതാവിൻ്റെ അഭിപ്രായത്തെ 100% പാലിക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. എന്നാൽ കേരളത്തിൽ മറ്റു ചില മതവിഭാഗങ്ങളുടെ കാര്യത്തിൽ കുറച്ചുകൂടി വ്യത്യസ്തമായ ആണ് ചരിത്രം. അവിടെ കുറേ കൂടി കെട്ടുറപ്പുണ്ട്. ഈ സമുദായത്തിൽ ആ ചില സമൂഹങ്ങൾക്കുള്ള കെട്ടുറപ്പില്ലാത്തത് തന്നെയാണ് ഒരു കാരണം. സമുദായങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ഒരു സെക്കുലർ, ഭൂരിപക്ഷവും സെക്കുലർ അടിസ്ഥാനത്തിലുള്ളതാണ്. ഈവൻ മുസ്ലിം ലീഗിന് പോലും ഒരു സെക്കുലർ മുഖമാണല്ലോ ഉള്ളത്. അല്ല, എനിക്ക് പറയാനുള്ളത് ഞാൻ പൂർത്തിയാക്കട്ടെ. ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടേ തീരൂ. ഈ വോട്ട് ബാങ്ക് പോളിറ്റിക്സും കൂട്ടുകക്ഷി മന്ത്രിസഭയും കൂടി വരികയാണെങ്കിൽ ആപൽക്കരമായ പലതും ഇനിയും നടന്നേക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടി ഈ സർവകലാശാലയിലെ വൈസ് ചാൻസലർ എൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കണമെന്ന് ധൈര്യമായി പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ വൈസ് ചാൻസലർ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിൽ വൈസ് ചാൻസലർ ഇന്ന സമുദായത്തിൽപ്പെട്ട ആളായിരിക്കണം എന്ന് പറയാൻ അടുത്ത ഒരു കക്ഷി ഉണ്ടാവുക. ഇതൊന്നും പരസ്യമായി ഇപ്പോൾ കാര്യങ്ങൾ പരസ്യമായി പറയത്തക്കവണ്ണം വന്നിരിക്കുന്നു. അതൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന സമയത്ത് ശ്രദ്ധിച്ചുള്ള കാര്യമുണ്ട്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും NDPയും സഖ്യകക്ഷികളാണ്. മുസ്ലിം ലീഗും കേരള കോൺഗ്രസും മതാധിഷ്ഠിത താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമവും NSS നോക്കുമ്പോഴത്തേക്കൊണ്ട് NS ഒരിക്കലും മതാധിഷ്ഠ സംഘടന ആയിരുന്നിട്ടില്ല. ഇവിടെ ഹിന്ദു നവീകരണത്തിനോ പുനരുദ്ധാരണത്തിനോ അല്ലെങ്കിൽ ഹിന്ദുത്വവാദത്തിനോ ഒരിക്കലും NSS വന്നിട്ടില്ല. NSS എന്ന് പറയുന്ന സ്ഥാപനം ഉള്ളതുകൊണ്ടാണ് നിലയ്ക്കൽ പള്ളി പ്രശ്നം വന്നപ്പോഴത്തേക്കൊണ്ട് എന്താ പെട്ടെന്ന് അവിടെ പ്രശ്നം തീർന്നു. കാരണം അത് ആളിക്കത്തിയില്ല. കാരണം NSS എന്ന് NDP അന്ന് UDFന്റെ ഭാഗമാണ്. അവിടെയൊക്കെ NSS എടുത്ത നിലപാടുകൾ വളരെ ഒരു 100% സെക്കുലറാണ്. അപ്പോൾ അതുകൊണ്ട് NSS എന്ന് പറയുന്ന സംഘടന ഈ നിമിഷം വരെയും BJPയുടെ നയങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് ഒരിക്കലും എടുത്തിട്ടില്ല. കേരളത്തിൽ സ്വാഭാവികമായിട്ടും നായർ സമുദായമാണ് BJP പോകേണ്ടത്. ചിലപ്പോൾ നായർ സമുദായത്തിൽ ആളുകൾ BJP ഉണ്ടാക്കാം. പക്ഷേ എങ്കിലും BJPയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു നിലപാടും ഈ നിമിഷവും ഈ പറയുന്ന ഡൽഹി നരേന്ദ്രമോദിയുടെ അധികാരം നിൽക്കുന്ന സമയത്ത് പോലും വ്യത്യസ്തമായ നിലപാടാണ്. അല്ല, NSS എടുത്തിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. NSS എടുത്തിട്ടില്ല എന്നുള്ളത് പൂർണ്ണമായും ശരിയാണ്. പക്ഷേ ഈ സമുദായ അംഗങ്ങൾ കൂടുതൽ അങ്ങനെ വർഗീയവൽക്കരിക്കപ്പെടുന്നുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരിക്കും. നിയന്ത്രിക്കാൻ ഒക്കെയില്ല. ഹിന്ദു വർഗീയതയ്ക്ക് തടസ്സമായി നിൽക്കുകയും ഹിന്ദു വർഗീയത പ്രോത്സാഹിപ്പിക്കാതിരിക്കുകയും ചെയ്ത പ്രസ്ഥാനം NSS തന്നെയാണ്. കേരളത്തിൽ ഇപ്പം മുസ്ലിം ലീഗിനെ ഒരു പരിധി വരെ മുസ്ലിം വർഗീയതയ്ക്കെതിരെ നിലകൊള്ളുന്നു എന്ന് നമ്മൾ പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ രാജ്യത്ത് ഹിന്ദു വർഗീയതയെ ഒരു പരിധി വരെ തടഞ്ഞു നിർത്തുന്നത് നേരത്തെ ജേക്കബ് ജോർജ് മുസ്ലിം ലീഗ് സെക്യുലർ ആണെന്ന്. മുസ്ലിം ലീഗ് സെക്യുലർ അല്ല. ഇപ്പം പഴയ മുസ്ലിം ലീഗ് അല്ല, ഏറ്റവും ഫനാറ്റിക്കായ സംഘടനയാണ് മുസ്ലിം ലീഗ്. അഗ്രസീവായിട്ടുള്ള നേതാക്കന്മാർക്ക് അവിടെ സമ്മതം കിട്ടുന്നുള്ളൂ. അത് വെച്ച് നോക്കുമ്പോഴത്തേക്കൊണ്ട് ഇപ്പോൾ NSS തന്നെയാണ് സെക്യുലർ. മാത്രമല്ല, ഞാൻ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ എടുക്കാം. വിദ്യാഭ്യാസം വൈസ് ചാൻസലർ നിയമനങ്ങൾ ഉണ്ട്. അതൊക്കെ എല്ലാവർക്കും താല്പര്യം വീതം വയ്ക്കുന്ന സമ്പ്രദായം പണ്ടുകൊണ്ട് ഇന്നുമുണ്ട്. അത് വേറെ കാര്യം. പക്ഷെ അതല്ല, ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വന്നു. ശാസ്ത്ര വിദ്യാഭ്യാസ സ്ഥാപനം വന്നപ്പോഴത്തേക്കും സാമുദായിക പങ്കുവച്ചു.
ഈ പറയുന്ന വ്യവസായികളും എല്ലാം വന്ന് എടുത്ത് വാങ്ങിയപ്പോഴും NSS നിലപാടെടുത്തു, ഞങ്ങൾക്ക് ശാസ്ത്രീയ വിദ്യാഭ്യാസം വേണ്ട, ഇത് അപകടമാണ് എന്ന് പറയാനുള്ള ധൈര്യം കാണിച്ചത് NSS ആണ്. ശാസ്ത്രീയ വിദ്യാഭ്യാസ സ്ഥാപനം എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ NSS തയ്യാറായില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ മുഹമ്മദ് അബ്ദുൾ റബ്ബ് ഇവിടെ +2 കച്ചവടം നടത്തിയില്ലേ? ബാക്കി എല്ലാ സമുദായ സംഘടനകളും ക്രൈസ്തവ സംഘടനകളും SNDP എല്ലാം വീതം വെച്ചപ്പോൾ NSS പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട. അതൊരു ആർജവമല്ലേ? അതുകൊണ്ട് കേരളത്തിൽ വിദ്യാഭ്യാസ കച്ചവടം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ആ ഒരു പാരമ്പര്യം, സെക്യുലർ പാരമ്പര്യം നിലനിർത്തുന്നത് NSS തന്നെയാണെന്ന് എൻ്റെ അഭിപ്രായം. അതെ. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ സമുദായങ്ങളുടെ രാഷ്ട്രീയത്തിലുള്ള താല്പര്യം എന്തുകൊണ്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 100 ശതാബ്ദി ആഘോഷങ്ങളിൽ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞത് നമ്മുടെ സമുദായത്തിൻ്റെ മന്നത്ത് സമുദായ ആചാര്യൻ്റെ ജന്മദിനം അവധിയായിട്ട് പ്രഖ്യാപിച്ചു. അപ്പോൾ ഓരോ സമുദായവും ഇങ്ങനെ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ ഉള്ള പ്രശ്നം. അപ്പോൾ പൊതുസമൂഹത്തിൻ്റെ മേൽ ചില സമുദായങ്ങളുടെ താല്പര്യം അടിച്ചേൽപ്പിക്കുക എന്ന മറുവശം സമുദായം NSSനോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കോട്ടയത്ത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഉത്സവ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ട് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി അന്ന് അവധി പ്രഖ്യാപിച്ചു. ഇപ്പോൾ എല്ലാ വർഷവും ഏറ്റുമാനൂർ ഉത്സവത്തിന് അവധിയാണ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിക്ക്. അപ്പം അതിരമ്പുഴ പള്ളി, അവിടെ പള്ളി പെരുന്നാളിന് അവധി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അപ്പം പള്ളിക്കാരാവശ്യപ്പെട്ടു പെരുന്നാൾ ദിവസം യൂണിവേഴ്സിറ്റിക്ക് അവധി കൊടുക്കണമെന്ന്. ഇപ്പോൾ ഒരു വർഷം 2 അവധി, ഒരു അമ്പലത്തിലെ ഉത്സവം, ഒരു പള്ളിയിലെ പെരുന്നാൾ, 2 അവധി കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. അവിടെ വലിയ മുസ്ലിം പള്ളി ഇല്ലാത്തതുകൊണ്ടായിരിക്കും 3ാമത് അവധി കൂടി കിട്ടാത്തത്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഇത് പൊതുസമൂഹത്തിൻ്റെ മേൽ കെട്ടിയേൽപ്പിക്കുന്ന സമുദായ ശക്തിയുടെ പേരിൽ പറഞ്ഞ ഭാഗത്തിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ഞങ്ങളെങ്ങനെ NSS ഇന്നയാളുടെ ഇന്നടത്താക്കണം എന്നുള്ളൊരു നിലപാട് സ്വീകരിച്ചൊരിക്കലും വന്നിട്ടില്ല. പിന്നെ എല്ലാവരും വീതം വെക്കുന്ന അവസരത്തിൽ ഇവിടെ NSSന് നായന്മാർക്ക് കൊടുത്തില്ലല്ലോ എന്നുള്ള തോന്നലിൽ നായന്മാർക്ക് വല്ലവരും കൊടുത്തു കാണും എന്നുള്ളതല്ലാതെ NSS നേതൃത്വം സമുദായ താല്പര്യം ഒരു കാര്യം പറയട്ടെ, അല്ല ഒരു ചെറിയ സംഗതി പറയട്ടെ, കുറച്ച് ആത്മകഥാപരമാണ്. ഞാൻ MPhil വിദ്യാഭ്യാസം പൂർത്തിയായതിനു ശേഷം ഞാൻ 2 കോളേജിലെ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളൂ. അന്ന് ഞാൻ പോകുന്ന സമയത്ത് UGCയുടെ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് അവിടെ അപ്പോയിൻമെൻറ്റ് കുറവാണ്. പിന്നീടാണ് കുറേ ഓപ്പർച്യൂണിറ്റി വരുന്നത്. എനിക്ക് വളരെ നിർബന്ധമായും ജോലി കിട്ടേണ്ട ഭൗതിക സാഹചര്യമായിരുന്നു. ഞാൻ അത് പറയുന്നില്ല, പറയണമെങ്കിൽ പറയുകയും ചെയ്യാം. ആ കോളേജിൽ ഞാൻ പോയപ്പോൾ എൻ്റെ അക്കാഡമിക് റെക്കോർഡ്സ് വെച്ചിട്ട് എനിക്ക് കിട്ടേണ്ടതാണ്. ഞാൻ 1ാം റാങ്കൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ എന്നെ മാനേജർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കപ്പ്യാരുടെ മോൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വളരെ തുറന്ന മനസ്സോടുകൂടിയാണ് എന്നോടത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ജോലി കിട്ടിയില്ല. ഞാൻ നേരെ പോയി ഒരു ചെമ്മീൻ കമ്പനി ജോലി. അപ്പോൾ എനിക്ക് എല്ലാ ബിഷപ്പുമാരും നല്ല ബന്ധമുണ്ട്. മിക്കവാറും ചിലപ്പോൾ ശുപാർശ കേൾക്കാം. പക്ഷേ ക്രൈസ്തവ മാനേജ്മെൻറ്റിനേക്കാൾ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുള്ള പലപ്പോഴും കിടങ്ങൂർ ബാലകൃഷ്ണനെ നാരായണപ്പണിക്കരെ വിളിച്ചിട്ട് ഒരു ഫോണിൽ വിളിച്ചു അഡ്മിഷൻ പറഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ നടന്നിരിക്കും. എത്രയോ പേർക്ക് ജോലി കൊടുത്തിട്ടുണ്ട് ആ കാലത്ത്. അതൊന്നും അല്ല, ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് NSS വേണ്ടത്ര ജാഗ്രത കാണിക്കുന്നില്ല. കാരണം നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കേരളം മുമ്പിലാണ്. പക്ഷേ ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ രംഗത്തിൽ മുഖ്യധാരയുടെ അടുത്ത് വെച്ച് നോക്കുമ്പോൾ കേരളം കുറച്ച് പുറകോട്ടാണ്. അപ്പം സമാന്തരമായിട്ട് ഇവിടെ നടക്കുന്ന മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അത് അനുദിനം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ വൈബ്രൻറ്റ് സൊസൈറ്റീസ് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ക്രൈസ്തവരുടെയും ഈഴവ സമുദായത്തിൻ്റെയും മുസ്ലിം സമുദായത്തിൻ്റെയും കോളേജുകളുടെ വളർച്ചയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ NSSൻ്റെ വളർച്ച അവർക്കൊപ്പം എത്തുന്നില്ല എന്നുള്ളത് പറയേണ്ടിയിരിക്കുന്നു. അതിലടിയന്തരമായി NSS നേതൃത്വം ശ്രദ്ധിക്കണം. അല്ല, അത് NSS നേതൃത്വത്തിൻ്റെ കുറ്റമുണ്ട്. ഇപ്പോൾ തന്നെ ഓട്ടോണമസ് കോളേജ് വന്നു. അവിടെ യഥാർത്ഥമായിട്ട് ഇതൊക്കെ പറഞ്ഞാൽ ഇതെല്ലാം ഒരു തരം മാനിപ്പുലേഷൻ ആണല്ലോ. ഈ തിരുവനന്തപുരത്ത് മാറി മാനസ് കോളേജിന് കിട്ടി, SB കോളേജിന് കിട്ടി, CMS കോളേജിന് കിട്ടി, ആലുവ കോളേജിന് കിട്ടി. NSSന് ഒരു കോളേജിന് കിട്ടിയില്ല. ഓട്ടോണമസ് കോളേജിനെ വളരെ സർഗാത്മകമാക്കി മാറ്റാൻ സാധിക്കും. സ്വാഗതം ചെയ്തില്ല. അല്ല, അത് NSS എടുത്ത ഒരു തെറ്റല്ല. അത് ഒരു കാര്യം കൂടി ഇദ്ദേഹത്തോട് ഇപ്പം ഞാൻ പറഞ്ഞു, അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ പല കോളേജുകളും ഇപ്പോൾ റിസർച്ച് സെൻറ്ററുകളായിട്ട് മാറുന്നുണ്ട്, കുറേ നാളുകളായിട്ട് മാറുന്നുണ്ട്. NSS കോളേജിൽ ചിലതുമുണ്ട്. അപ്പം ഞാൻ ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വല്ലപ്പോഴും പോകാറുണ്ട്. ഏറ്റവും മോശം ഇൻഫ്രാസ്ട്രക്ചറും ഹ്യൂമൻ റിസോഴ്സസും ഉള്ളത് NSS കോളേജാണെന്ന് നിർഭാഗ്യകരമായിട്ടുള്ള സംഗതിയാണ്. വളരെ വളരെ സജീവമായിട്ട് ക്രിയാത്മകമായിട്ടാണ് മറ്റ് പല വിഭാഗങ്ങളുടെയും കോളേജുകൾ പ്രവർത്തിക്കുന്നത്. NSSൻ്റെ കാര്യത്തിൽ അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ ഒരു അലസത കാണുന്നു. ഇത് ഡോക്ടർ ബി ഇക്ബാൽ മാതൃഭൂമിയിൽ ഈ ശതാബ്ദി പ്രമാണിച്ച മാതൃഭൂമിയിൽ ലേഖനത്തിനകത്ത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനമായിട്ട് കാണിച്ചത് വിദ്യാഭ്യാസ രംഗത്ത് ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ
കുറച്ച് തിരിച്ചുവരവുണ്ടാകും. സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ അല്ല, ഈ പറഞ്ഞ വസ്തുതയാണ് കാര്യത്തിൽ ഒരു സ്വയം വിമർശനം എന്ന നിലയിൽ അത് എടുക്കേണ്ട ഒരു സംഗതിയാണ്. അതെ അതെ അതെ, തീർച്ചയായിട്ടും സതുദ്ദേശപരമായ നിരൂപണം. അതെ, വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടൊരു ഫീൽഡാണ്. ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ വളർച്ച, വിദ്യാഭ്യാസ രംഗത്തെ വളർച്ച, ലീഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇനി ആ സമുദായത്തെ പിടിച്ചു കെട്ടാൻ പറ്റില്ല. അത്രയ്ക്ക് വളരെ അതിവേഗമാണ് ആ സമുദായത്തിൻ്റെ വളർച്ച. യുവതലമുറയുടെ, പ്രത്യേകിച്ച് ആ യുവതലമുറയിലെ തന്നെ പെൺകുട്ടികളുടെ വളർച്ച ക്രിസ്ത്യൻ സമുദായം നല്ല കാര്യമാണ്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് പഴയ കെട്ടുപാടുകളും മുസ്ലിം സ്ത്രീകളുടെ എംപവർമെന്റ്. പക്ഷെ അതുപോലെ പഴയ കാലത്തെ വളർച്ച ക്രിസ്ത്യൻ സമുദായത്തിന് ഇല്ല ഇപ്പോൾ. ഈഴവ സമുദായം മദ്യമൊക്കെ ആയിരുന്നു അവരുടെ ഒരു സാമ്പത്തിക അടിസ്ഥാനം, നട്ടല്. പക്ഷെ അത് ഇപ്പം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നായർ സമുദായത്തിന് അങ്ങനെ ഒരു പ്രബലമായ ഒരു സാമ്പത്തിക അടിത്തറ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായിരിക്കണം അതിൻ്റെ ഭാവി? എന്തായിരിക്കും? അല്ല, ഈ അടുത്ത വിദ്യാഭ്യാസം അല്ലാതെ വേറെ എന്തെങ്കിലും വഴിയുണ്ട്? വിദ്യാഭ്യാസ രംഗത്ത് അവർ ഉഴപ്പുകയാണ്. അല്ല, വിദ്യാഭ്യാസം തന്നെയാണ് വളരേണ്ട ഏക വഴി. ആ രംഗത്ത് ഈ പറഞ്ഞതുപോലെ അല്പം ഉഴപ്പുണ്ട്. പക്ഷെ എന്ന് വെച്ച് ബൗദ്ധികമായി കഴിവുള്ള ഒരു സമുദായം തന്നെയാണ്. കാരണം അതിനുള്ള ആർജവും ഇച്ഛാശക്തിയും ഒക്കെ ഉള്ള ഈ പടനായകന്മാരെന്ന് പറയുമ്പോൾ തന്നെ, യോദ്ധാക്കന്മാരെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തുണ്ടല്ലോ. അല്ലല്ല, വിപരീത സാഹചര്യങ്ങളെ അനുകൂല സാഹചര്യമാക്കുന്നത് വരെ യുദ്ധം തുടരുക എന്നുള്ളതാണ് ഒരു യോദ്ധാവിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണം. അതുകൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ വേറെ സംഭവമുണ്ട്. ഇതൊക്കെയാണെങ്കിൽ നമ്മളിപ്പം സമുദായികമായി ചിന്തിക്കുകയും അങ്ങനെ വേർതിരിക്കുകയും കേരളം അകലിതമാക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ്, കമ്പാർട്ട്മെൻ്റ് ആക്കുന്നൊരു പ്രവണതയുള്ളത്. അപ്പോൾ നമ്മൾ സാമുദായികമായി ചിന്തിക്കുന്നതിൽ ഒരു നീതികേടുണ്ട്. എങ്കിൽ പോലും മൊത്തം നോക്കുമ്പോൾ, നമ്മളൊരു മതേതര കാഴ്ചപ്പാട് നോക്കുമ്പോഴത്തേക്കും ഒരു തകർച്ചയുണ്ട്. ആ തളർച്ചയിൽ നിന്ന് വീണ്ടെടുക്കാൻ NSSലൂടെയും അവരുടെ നേതൃത്വത്തിലൂടെയും കഴിയുമെന്ന് തന്നെയാണ് വിശ്വാസം. സമീപകാലത്ത് വന്ന പഠനങ്ങൾ കാണിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റർകാസ്റ്റ് മാരേജ് നടക്കുന്നത് നായർ സമുദായത്തിലാണ്. അതിന് എതിർപ്പില്ല. ജാതി വളരെ അത്ഭുതകരമായിട്ട് തോന്നിയിട്ടുള്ളത് NSS ഒരിക്കലും ഒരു ഇന്റർകാസ്റ്റ് മാരേജ് നടത്തുന്ന ഒരു അംഗത്തെ പുറത്താക്കുന്നില്ല. അതൊരു ഉത്തരേന്ത്യയിലെ ജാതി സംഘടനകളിൽ നിന്ന് NSSനുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ടാണ് ഞാൻ കാണുന്നത്. രാഷ്ട്രീയ ഔന്നത്യം പോകാനുള്ള കാരണം ഞാൻ പറയാം, UDF നടക്കുന്നുകൊണ്ടാണ്. കാരണം UDFനെ സംബന്ധിച്ചോളം മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസിൻ്റെയും താല്പര്യങ്ങളാണ് മുഖ്യമായി സംരക്ഷിക്കുന്നത്. 3ാം സ്ഥാനം മാത്രമേ കൂടുതൽ NDPക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് UDFുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിച്ചുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ത്രാണി NSS കാണിച്ചാൽ രാഷ്ട്രീയമായി രണ്ടു മുന്നണിയും അവരോട് ഒരു രാഷ്ട്രീയം പറഞ്ഞോളേ ഉള്ളൂ. തൽക്കാലം ഈ നിലപാടൊക്കെ തന്നെ സമദൂരവും ശരിദൂരം അവിടെ നിൽക്കട്ടെ. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഒരൊറ്റ വാചകം പറയട്ടെ. എന്തൊക്കെ ദൂരം നോക്കിയാലും വിദ്യാഭ്യാസമില്ലാതെ, വിദ്യാഭ്യാസ രംഗത്ത് വളർച്ചയില്ലാതെ ഒരു സമുദായത്തിന് പുരോഗതി പ്രാപിക്കാൻ പറ്റില്ല. ഇപ്പം പ്രത്യേകിച്ച് പൊതു വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ സമുദായ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു. അതുകൊണ്ട് അതാണ് മന്നത്ത് പത്മനാഭൻ ചെയ്തത് 100 വർഷം മുമ്പ്. പക്ഷേ അന്ന് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിൻ്റെ വീക്ഷണം, ആ വീക്ഷണം ഇന്നത്തെ സമുദായ നേതൃത്വത്തിന് ഉണ്ടോ എന്നുള്ള ചോദ്യം നേതൃത്വം തന്നെ സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. നായർ സമുദായത്തെക്കുറിച്ചുള്ള 100 വർഷം പിന്നിടുന്ന NSSൻ്റെ പേരിൽ NSSനെ കുറിച്ചുള്ള വട്ടമേശ ചർച്ച ഇവിടെ അവസാനിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്തത് ചെറിയാൻ ഫിലിപ്പ്, G. രാമൻ നായർ, B. ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ MG ശശിഭൂഷൺ. നന്ദി, നമസ്കാരം.